ഓക്കെ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് 2013 ആക്ട് അനുസരിച്ചാണ് പോസ്റ്റൽ ബാലറ്റ് എന്നൊരു ഇത് കൊണ്ടുവരുന്നത്. കമ്പനീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അതായത് ഫോർ ട്രാൻസാക്ടിങ് ബിസിനസ് ഇൻ ജനറൽ വിത്ത് സച്ച് കമ്പനീസ്, അവരൊരു റെസൊല്യൂഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി അവർ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യും. അത് കമ്പനി സെൻട്രൽ ഗവൺമെൻറ് തന്നെ ചില കാര്യങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രമേ ചെയ്യാവൂ എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റൽ ബാലറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അത് ഓർഡിനറി ബിസിനസ് അല്ലാത്ത ചില സ്പെഷ്യൽ ബിസിനസ്സസ് ആണ് പോസ്റ്റൽ ബാലറ്റ് വഴി അത് ചൂസ് ചെയ്യുന്നത്. Now, when a company decides to pass any resolution by postal ballot, അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ they send a notice to the ഷെയർഹോൾഡറിന് നോട്ടീസ് അയക്കുമ്പം ആ നോട്ടീസിൻ്റെ കൂടെ അവർ ഏത് കാരണത്തിനാണ് നമ്മൾ ഈ പോസ്റ്റൽ ബാലറ്റ് വെച്ചിരിക്കുന്നതെന്നും അവർ പറയും. ഓക്കെ, and this will be sent to the people, the shareholders, by registered post with acknowledgement due എല്ലാം കൂടെ വെച്ചായിരിക്കും അയക്കുന്നത്. ഓൾസോ they will include a prepaid envelope also together with it. Okay, എന്തിനാണ് പ്രീപെയ്ഡ് envelope, stamped envelope വെക്കുന്നത്? Because they need to get the assent or dissent from the shareholders back. They need a communication from the shareholders. Okay, അതിനുവേണ്ടി അങ്ങനെ ഒരു envelope കൂടെ വെച്ചായിരിക്കും അയക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 30 days ടൈമുണ്ട്. ആ 30 days ടൈമിനകം അത് കാണുകയും മനസ്സിലാക്കുകയും ഓക്കെ കിട്ടി. ലെറ്റർ പോസ്റ്റ് ചെയ്ത ഡേറ്റ് മുതൽ 30 days വരെ ടൈം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ അസെൻറ്റ് അല്ലെങ്കിൽ ഡിസെൻറ്റ് തിരിച്ച് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റൽ ബാലറ്റിൻ്റെ രീതി. ഇപ്പം ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഗുണം വരുത്തുന്നതെന്ന് വെച്ചാൽ, മജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പം പോസ്റ്റൽ ബാലറ്റ് വളരെ നന്നായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ജനറൽ മീറ്റിങ്ങിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് ചിലപ്പം സാധിക്കത്തില്ല. അവർ ദൂരെയുള്ള സ്ഥലങ്ങളിലായിട്ട് സെറ്റിൽ ചെയ്തും അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഈ റിമോട്ട് ഏരിയസിൽ ചിലപ്പോൾ അവർ ഔട്ട്സൈഡ് ദ കൺട്രി ആയിരിക്കാം. ഏത് രീതിയിലായാലും അവർക്ക് വരാൻ സാധിക്കാത്ത പക്ഷം അവർക്ക് ഈ പോസ്റ്റൽ ബാലറ്റ് ഒരു വലിയ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് അവർക്ക് അവരുടേതായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ അസെൻറ്റ് അല്ലെങ്കിൽ ഡിസെൻറ്റ് കമ്പനിയെ അറിയിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പോസ്റ്റൽ ബാലറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്ക് 3/4 ഓഫ് ദ റെസൊല്യൂഷൻ തന്നെ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടിയാൽ എത്തുകയില്ല എന്നുള്ളപ്പം പോസ്റ്റൽ ബാലറ്റാണ് ഏറ്റവും വലിയ വാലിഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസിയർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഇതിലാണ് പോസ്റ്റൽ ബാലറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടില്ലേ പോളിനകത്ത് പ്രോക്സിയൊക്കെ വരും. ആ പ്രോക്സിയും വേണേൽ ഈ പോസ്റ്റൽ ബാലറ്റ് ഉള്ളത് കൊണ്ട് അവോയ്ഡ് ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ തന്നെ എടുക്കാം. അപ്പോൾ ഇതാണ് പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യം. ഓക്കെ, നൗ കമ്മിങ് ടു റെസൊല്യൂഷൻസ്. ഞാൻ ആദ്യത്തെ കാലത്ത് തന്നെ ഈ ബ്രിഡ്ജ് കോഴ്സിനകത്ത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു വാട്ട് ഈസ് റെസൊല്യൂഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ് അല്ലേ. അതെന്ന് വെച്ചാൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എ ഫോർമൽ ഡിസിഷൻ ഓഫ് ദ മെമ്പേഴ്സ് ടു എനി പ്രപ്പോസൽ വിച്ച് കംസ് ബിഫോർ ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മോഷനാണ്, ഒരു പ്രപ്പോസിഷനാണ് വിച്ച് നീഡ്സ് ടു ബി പാസ്ഡ് അറ്റ് എ മീറ്റിംഗ്. അപ്പം ഞാനൊരു കമ്പനിയിൽ കുറച്ച് ഷെയർസ്, ഞാൻ കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എൻ്റെ മണി ഏത് കാര്യത്തിന് വിനിയോഗിക്കുന്നു, നല്ല കാര്യത്തിനാണോ അവർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഓരോ ഡിസിഷൻ കമ്പനി മേക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഒരു അനുവാദം ചോദിക്കണം. ക്യാൻ ഐ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ, ആർ യു ഓക്കെ വിത്ത് മീ ഗോയിങ് ഫോർവേഡ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു അസെൻറ്റും ഡിസെൻറ്റും ചോദിക്കുന്നതാണ് റെസൊല്യൂഷൻ ആക്ച്വലി. ഓക്കെ, ദർ ആർ many different types of resolutions like ordinary resolution, special resolution. അതാണ് മെയിൻലി ഉള്ള ഡിവിഷൻസ്. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ മജോറിറ്റി മതി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, അത് ചിലപ്പം ഇത് എൻറ്റൈറ്റിൽ ടു വോട്ട് പേഴ്സണലി ആകാം, അല്ലെങ്കിൽ പ്രോക്സി വഴിയും നമുക്ക് ആ മീറ്റിങ്ങുകളെയും നമ്മുടെ അസെൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ റിലേറ്റ്സ് ടു ഓർഡിനറി ബിസിനസ്സസ്. അതിനൊരു സ്പെഷ്യൽ മജോറിറ്റി അവിടെ പ്രസൻ്റായ ആൾക്കാരുടെയൊക്കെ അസെൻറ്റോ ഡിസെൻറ്റോ ആവശ്യമൊക്കെ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല. റെന്യൂമറേഷൻ ഓഫ് എ ഡയറക്ടർ, അപ്പോയിൻമെൻ്റ് ഓഫ് എനി അതേ അഡീഷണൽ സ്റ്റാഫ്, ഇങ്ങനത്തെ വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ
കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കാണിക്കുന്നു. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ. Now coming to special resolution, ചില കാര്യങ്ങൾ സ്പെഷ്യൽ ബിസിനസ്സിൽ പെടും. അതായത് കമ്പനിയുടെ പേര് മാറ്റുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഒരിടത്തു നിന്നും ഒരിടത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്ലോസ്, കമ്പനിയുടെ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുക. ഞാൻ ഇത്രയും നാളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട കമ്പനിയായിരുന്നു, ഇനി മുതൽ ഞാൻ സോപ്പ് കമ്പനി തുടങ്ങാൻ പോവാം. അപ്പം ഇറ്റ് നീഡ്സ് എ ചേഞ്ച് ഇൻ ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കുറച്ച് ഓൾട്രേഷൻ വരുത്തുന്നു, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ വോളണ്ടറി വൈൻഡപ്പ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയും നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമുണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ 3/4, അതായത് 100 പേരാണെങ്കിൽ 75% ഓഫ് ആൾക്കാരും അതിൻ്റെ അസെൻറ്റ് തന്നാൽ മാത്രമേ അതുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ തന്നെയും സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യകത ചില കാര്യങ്ങൾക്കായിട്ട് ഉയർന്നു വരികയും അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസെൻറ്റ് അതിന് വളരെ അത്യാവശ്യമായിട്ട് നീഡ് ചെയ്യുന്ന കാര്യങ്ങളുമാണെങ്കിൽ പ്രയർ നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഞങ്ങളുടെ ആവശ്യമുണ്ട് ഇന്നയൊരു കാര്യത്തിൽ എന്ന് പറയുക, അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുക. ഓക്കെ. Now, resolution requiring special notice. Okay? That's just like earlier I have told you, when some of the members, they can give a requisition to the board of directors, and the board of directors within 21 days and they have to look into it, and within 45 days they have to എന്താ പറയുന്നത്, മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യണം. ദേ ഹാവ് ടു അറേഞ്ച് ദ മീറ്റിംഗ്. ഇതൊക്കെയാണ് യൂഷ്വൽ പ്രാക്ടീസ് റെക്വസിഷൻ കൊടുത്തേച്ച്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചില ആൾക്കാർക്ക്, ചില മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി, ദേ നീഡ് ടു മൂവ് എ റെസൊല്യൂഷൻ അറ്റ് ദ കമ്പനീസ് മീറ്റിംഗ്. അങ്ങനെയുള്ളപ്പം ദേ ഗീവ് എ നോട്ടീസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു മൂവ് എ റെസൊല്യൂഷൻ അറ്റ് എ ജനറൽ മീറ്റിംഗ്. അവർ നോട്ടീസ് കൊടുക്കും. ദെൻ ദേ ഗീവ് ടു സച്ച് നമ്പർ ഓഫ് പേഴ്സൺസ്. ആർക്കാണ് കൊടുക്കുന്നത്? ഓക്കെ. നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ടു മൂവ് സച്ച് റെസൊല്യൂഷൻ ഷാൽ ബി ഗിവൺ ടു ദ കമ്പനി. ആരാണ്? കമ്പനിക്ക് കൊടുക്കും. ഏത് വ്യക്തികളാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഒന്ന്, 1% ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ ഉള്ള ആൾക്കാരും, അല്ലെങ്കിൽ 5 lakh rupees വരെയും പെയ്ഡ് ക്യാപിറ്റലുള്ള ആൾക്കാരുമായിരിക്കും ഇങ്ങനൊരു എന്താ പറയുന്നത്, ഇങ്ങനൊരു നോട്ടീസ് മുന്നിലേക്ക് വെക്കുന്നത്. ഓക്കെ. ഇത് നമ്മൾ മറ്റേ ഇത് തന്നെ അതുമായിട്ടും ക്ലബ് ചെയ്യണം. ലൈക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നും പറഞ്ഞ് മീറ്റിങ്ങിലേക്ക് ഡയറക്റ്റ്ലി വെക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം മീറ്റിങ്ങിനകത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ റിക്വസിഷൻ കൊടുക്കുകയും അത് വിത്തിൻ 21 days 45 days അനുസരിച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് അറേഞ്ച് ചെയ്യണമെന്നും, ഇനി അറേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months അവർക്ക് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടാം എന്നുള്ളതാണ്. അതിൻ്റെ നോട്ടീസ് കൊടുത്തേച്ച് മീറ്റിംഗ് വിളിച്ച് കൂട്ടാം എന്നുള്ള ഇതാണ്. ഇത് ജനറൽ മീറ്റിങ്ങിൽ തന്നെ കൊടുക്കുന്ന ഒരു റിക്വസിഷനാണ് ഇപ്പോൾ ഈ കണ്ടത്. ഓക്കെ. നൗ റെസൊല്യൂഷൻസ് ബൈ പോസ്റ്റൽ ബാലറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ദെൻ നൗ applicability of resolution of meeting by 1% company. One second. Okay. Applications of meetings of 1% company. അതായത് 1% കമ്പനി എന്ന് വെച്ചാൽ തന്നെ 1% ആയിട്ടാണ് ആ കമ്പനി നടത്തുന്നത്. ഓക്കെ. 1% കമ്പനിയിൽ യൂഷ്വലി പ്രത്യേകിച്ച് അധികം ആൾക്കാരൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മീറ്റിങ്സ് അവർ തന്നെ പാസ്സാക്കിയിട്ട് അവർ തന്നെ മിനിറ്റ്സ് എൻ്റർ ചെയ്ത്, ഓക്കെ, എന്തെങ്കിലും റെസൊല്യൂഷൻസ് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ തന്നെ മീറ്റിംഗ്, ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബൈ ദ മെമ്പർ വിത്ത് ദ കമ്പനി, റൈറ്റ്? ബിക്കോസ് ദർ ഇസ് ഓൺലി 1%. So he can enter he can pass a resolution, then enter it into a minutes. എന്നിട്ട് അത് അവിടെ തന്നെ സൂക്ഷിക്കാം. ഇറ്റ് ഈസ് ആസ് ഇഫ് എ മീറ്റിംഗ് ഹാസ് ബീൻ ഹെൽഡ്. ആ മിനിറ്റഡ് ആയിട്ട് എന്ന് സൈൻ ചെയ്യുന്നോ, എന്ന് ഡേറ്റ് എഴുതുന്നോ, ഓക്കെ, സൈൻ ചെയ്യുന്നോ, ഡേറ്റ് എഴുതുന്നു, ആ ദിവസം ആ റെസൊല്യൂഷൻ പാസ്സായതായിട്ട് കണക്കാക്കപ്പെടുകയും ആ റെക്കോർഡ് മിനിറ്റഡായി ആ കമ്പനിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. ഓക്കെ. It is deemed to be the date of meeting of board of directors. Now books of account.
ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ? എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിനെ കീപ്പ് ചെയ്യുക, ഏത് രീതിയിലാണ് അതിനെ നമ്മൾ നന്നായി അപ്കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്കൗണ്ടിങ്ങിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നൗ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഒരു കമ്പനിയുടെ ഹെൽത്ത് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഹൗ ദ ബുക്സ് ആർ ബീങ് കെപ്റ്റ് എന്നുള്ളതിലാണ്. അതിൻ്റെ പ്രോപ്പർ അപ്കീപ്പ് ഓഫ് കീപ്പിംഗ് ദ ബുക്സിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു കമ്പനിയുടെ ഹെൽത്ത് എങ്ങനെ ഉണ്ടെന്ന്. ഈസ് ഇറ്റ് എ ഹെൽത്തി കമ്പനി എന്ന് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും കമ്പനി നല്ല ഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ കമ്പനി രൂപ എന്ത് കാര്യത്തിനാണ് യൂസ് ചെയ്തതെന്ന് അറിയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് വന്നത് കാണാനും അത് ഇൻസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോപ്പർ അപ്കീപ്പ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇസ് വെരി മച്ച് ഇൻഡീഡ് ഇറ്റ്സ് എ നീഡ് ഓഫ് എ കമ്പനി അല്ലേ? എന്നിട്ട് ഇതെവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവരവരുടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ എല്ലാ മണി സംസ് ഓഫ് മണി വിച്ച് ഇസ് റിസീവ്ഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് എക്സ്പെൻഡഡ് ബൈ ദ കമ്പനി. റിസീപ്റ്റ്സും എക്സ്പെൻഡിച്ചറുമാണ് ഉദ്ദേശിക്കുന്നത്. റിസീപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യങ്ങൾ, ദെൻ സെയിലും പർച്ചേസുമായിട്ടുള്ള കാര്യങ്ങൾ, അസറ്റ്സും ലൈബിലിറ്റീസുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വേണ്ടിയത് ഈ കോസ്റ്റ് ഓഫ് റെക്കോർഡ്സിൻ്റെ ചില ഓഡിറ്റ് നടത്തും സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചില ക്ലാസ് ഓഫ് കമ്പനീസിൻ്റെ കോസ്റ്റ് ഓഫ് റെക്കോർഡ്സ് എടുത്ത് നോക്കാൻ പറയും. അപ്പോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് കാണണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കാണേണ്ടത്. അത് ഓരോ ഇതിനും ഓരോ ഇതായിട്ട് ഡിഫർ ചെയ്യുന്നു. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. നൗ ഏത് രീതിയിലാണ് ദ റൂൾസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്? അത് കുറച്ച് റൂൾസാണ്. ഒന്നെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ട്രൂ, ഇറ്റ് ഷുഡ് ബി ഫെയർ, വിത്ത് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റായ കാര്യങ്ങളൊന്നും എഴുതരുത്, ഫെയർ ആയിരിക്കണം. ഓക്കെ, വളരെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, അല്ലാതെ ഒരാളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലൊന്നും എൻട്രി ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ അത് വളരെ ട്രൂ ആയിരിക്കണം. ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതിനകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട് തുറന്നു നോക്കിയാൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. നോ മാനർ ഓഫ് കീപ്പിംഗ് ദ ബുക്സ് എന്ന് വെച്ചാൽ കെപ്റ്റ് ഓൺ ആൻ അക്രൂവൽ ബേസിസ്, ലൈക്ക് ക്യാഷ് ബേസിസിലാണ്, ഡബിൾ എൻട്രി സിസ്റ്റത്തിലുമായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ പ്ലേസ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ്, എവിടെയാണ് അത് കീപ്പ് ചെയ്യേണ്ടത്? അപ്പം യൂഷ്വലി രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ഇനിയിപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിശ്ചയിക്കുവാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ സൂക്ഷിക്കേണ്ട, ഇന്ന സ്ഥലത്ത് തിരുവല്ലയിൽ എനിക്കൊരു ഓഫീസുണ്ട്, തിരുവല്ലയിൽ സൂക്ഷിക്കാം എന്ന് ചിന്തിക്കുവാണെങ്കിൽ, ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ടേക്കിംഗ് സച്ച് എ ഡിസിഷൻ, ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ രജിസ്റ്റർ വിത്തിൻ 7 days ഓഫ് സച്ച് ഡിസിഷൻ. ഓക്കെ, ദെൻ ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം, അതായത് 2013 ആക്ട് അനുസരിച്ച് പുതിയ കുറച്ച് കാര്യങ്ങളും കൂടെ വന്നു. ദാറ്റ് ഈസ് ഹാർഡ് കോപ്പി മാറ്റി സോഫ്റ്റ് കോപ്പി ആക്കണോ എന്നുള്ളതല്ല, അറ്റ് ദ സെയിം ടൈം ടു മിനിമൈസ് മോർ ഹെഡേക്ക്, ടു മേക്ക് തിങ്സ് മോർ ഈസിയർ, അവരെന്ത് ചെയ്തു, ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിച്ചാൽ മതി എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ 2014 കുറച്ച് റൂൾസ് ഇറക്കിയിട്ടുണ്ട് കമ്പനീസ് ആക്ട്. ആ റൂൾസ് അക്കോർഡിംഗ്ലി ടു ദാറ്റ് റൂൾസ് ആണ് ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. Now, books of account in respect of branch offices, like when a company has lots of branches even in Kerala or outside the Kerala, അങ്ങനെയൊക്കെ ആണെങ്കിൽ they can keep their books of account in their own branch. What all things are happening ആ ബ്രാഞ്ചിൽ തന്നെ എഴുതുകയും അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം. But at the same time, summarized form, ഒരു നട്ഷലായിട്ട് ഒരു ചെറിയ സമ്മറൈസ്ഡ് വണ് ഓഫ് റിട്ടേൺസ് ദേ ഷുഡ് പ്രിപ്പയർ ആൻഡ് ദേ ഷുഡ് സെൻഡ് ഇറ്റ് ടു ദ രജിസ്റ്റേർഡ് ഓഫീസ്. ഇപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസിൽ വന്നാൽ അറ്റ് ക്വാർട്ടർലി ഇൻ്റർവെൽസ് 4 മാസം കൂടി ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സമ്മറൈസ്ഡ് റിട്ടേൺ എഴുതിയിട്ട് രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ മതി. പിന്നെ അത് ബ്രാഞ്ച് ഓഫീസിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വളരെ നന്നായിട്ട് അപ്കീപ്പ് ചെയ്ത് സൂക്ഷിക്കുക.
എന്നുള്ളതാണ്. നോ ഇൻസ്പെക്ഷൻ ബൈ ഡയറക്ടേഴ്സ്. Director എന്ന് വെച്ചാൽ എനി ഡയറക്ടർ ഓഫ് ദ കമ്പനി ദേ ഹാവ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് the books of other books and papers and what all things which is maintained in the registered office. Even in outside India during business hours ഒരു ഡയറക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് അതെടുത്ത് നോക്കുകയും ചെയ്യാം. Okay, subject to conditions specified by the Act. Copies of financial information relating to such information maintained outside India shall also be made available for inspection to the director. Okay. However, inspection relating to any subsidiary company, കമ്പനിയുടെ വല്ല ഇൻസ്പെക്ഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതൊരു വേറെ രീതിയിലാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു വ്യക്തിയെ ഓതറൈസ്ഡ് മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ആ വ്യക്തിക്ക് മാത്രമേ ആ ഒരു ഇൻസ്പെക്ഷൻ സബ്സിഡറി കമ്പനിയിൽ ചെന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട് എടുത്ത് ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും എനി ഡയറക്ടർ എന്ന് മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു എക്സെപ്ഷനാണ് അത്. സബ്സിഡറി കമ്പനിയാണെങ്കിൽ ബൈ റെസൊല്യൂഷൻ പാസ്സാക്കി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ ചെന്ന് എടുത്തു നോക്കാൻ സാധിക്കത്തുള്ളൂ. നൗ അസിസ്റ്റൻസ് ഇൻ ഇൻസ്പെക്ഷൻ, ദാറ്റ് ഈസ് റിഗാർഡിങ് ഒരു ഡയറക്ടർ ഇൻസ്പെക്ട് ചെയ്യാൻ വരുമ്പോൾ ആ ഡയറക്ടറിന് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും കൊടുക്കാൻ ആ എംപ്ലോയി ആരാണെന്ന് വെച്ചാൽ ആ എംപ്ലോയി അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണം ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അസിസ്റ്റൻസ് ഇൻ ഇൻസ്പെക്ഷൻ. ഡ്യൂറേഷൻ ഓഫ് അപ്കീപ്പ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിന് 8 വർഷം മുൻപ് വരെയുള്ളത്, അതായത് 2021 ആണെങ്കിൽ 2021 പുറകിൽ 8 വർഷം പുറകിൽ 2012 വരെയുള്ളത് ഫിനാൻഷ്യൽ ഇയർ അപ്കീപ്പ് ചെയ്യണം ബുക്സ്. അതുപോലെ ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് എവറി കമ്പനി has to prepare an annual return in a prescribed form അല്ലെങ്കിൽ containing the particulars. Okay, ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേന് ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ആനുവൽ റിട്ടേണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കുറച്ച് ആ പർട്ടിക്കുലേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ളതാണ്. അതിനൊരു പ്രിസ്ക്രൈബ് ഫോമുണ്ട്. ഓക്കെ, എന്തെല്ലാമാണ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഇൻ ആൻ ആനുവൽ റിട്ടേൺ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സി ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി എവിടെയാണ്, പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റീസ് എന്താണ്, ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലേഴ്സ്, എത്ര ഷെയർസാണ്, എത്ര ഡിബഞ്ചേഴ്സാണ്, എത്ര സെക്യൂരിറ്റീസ് ഉണ്ട്, ദെൻ ഇൻഡെപെൻഡൻസ് എന്തൊക്കെയുണ്ട്, നമുക്ക് വല്ലതും കടങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, ദെൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അലോങ് വിത്ത് അവരുടെ വല്ലതും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വല്ലതും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, ദെൻ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കീ മാനേജറിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ CFO അല്ലെങ്കിൽ CEO അങ്ങനെയുള്ള ആൾക്കാർ വല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം, പിന്നെ ഏതെങ്കിലും ക്ലാസ് മീറ്റിങ്സോ മെമ്പർ മീറ്റിങ്സോ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റൻഡൻസ് ആരൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ആ കമ്മിറ്റി എത്ര വേരിയസ് കമ്മിറ്റീസ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം. ദെൻ റിന്യൂമറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ CFO CEOയുടെ ഒക്കെ റിന്യൂമറേഷന് വല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി കമ്പനി എന്തെങ്കിലും പെനാൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസേഴ്സ്, ഇനി ഏതെങ്കിലും ഓഫൻസസ് നമ്മൾ അപ്പീലിന് പോയിട്ട് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒത്തുതീർപ്പായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിന് എഗനസ്റ്റ് എനി പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ട് ആ കാര്യങ്ങൾ. ദെൻ റിലേറ്റിംഗ് ടു സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയൻസസ്, ഡിസ്ക്ലോഷർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ മാറ്റേഴ്സെല്ലാം. പിന്നെ വല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ നെയിം, അവരുടെ അഡ്രസ്സ്, അവരുടെ ഇൻകോർപ്പറേഷൻ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കാര്യങ്ങൾ, പിന്നെ അവരുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എത്ര ഷെയർസാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ആ പെർസെൻറ്റേജ്, ആ കാര്യങ്ങളെല്ലാം. പിന്നെ എന്തെങ്കിലും അതല്ലാതുള്ള ഏതെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ പ്രിസ്ക്രൈബ് ഫോമിൽ ആ മാറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഈ ആനുവൽ റിട്ടേണിൽ കാണിക്കണം. ഇനി ആനുവൽ റിട്ടേണിൻ്റെ ഫയലിംഗ് ഏത് രീതിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ പർട്ടിക്കുലേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഒരു ആനുവൽ റിട്ടേൺ ഫുള്ളാവത്തുള്ളൂ. ഏതെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യകതയില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതണം, ഇനിയൊരു കാര്യം ഇതിനകത്ത് ആവശ്യമേ ഇല്ലാതായി വന്നിരിക്കുന്നു എന്നുള്ളത്. നോ ടൈം ആൻഡ് ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ, എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യുന്നത്? ആനുവൽ റിട്ടേൺ ഷാൽ ബി ഫയൽ വിത്ത് രജിസ്റ്റർ എന്നാണ് 60 days. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തി 60 ദിവസത്തിനകം
രജിസ്ട്രാറിൻ്റെ അടുത്ത് നമുക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയില്ല എന്നിരിക്കട്ടെ, എന്തുകൊണ്ടാണ് ആ ഡിലേ സംഭവിച്ചു എന്നുള്ള റീസണും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ആ റീസൺ സ്പെസിഫൈ ചെയ്ത് അത് പ്രോപ്പർലി ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടർ തന്നെ ഒപ്പിട്ടിട്ട് വേണം റിട്ടേൺ ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയിട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അടങ്ങിയത് വെച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ. ഓക്കെ, രജിസ്ട്രാറിൻ്റെ അടുത്ത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ സ്പെസിഫൈഡ് ടൈമിൽ ഇവർ റിട്ടേൺസ് നടത്തിയില്ല, ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പെനാൽറ്റിയും പണിഷ്മെൻറ്റും ഇൻഫ്ലിക്റ്റ് ചെയ്യും. ലൈക്ക് കമ്പനിക്ക് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ എനി ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദാറ്റ് അവർക്കും പണിഷ്മെൻറ്റ് കിട്ടും. ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഇംപ്രിസൺമെൻ്റ് ആയിരിക്കാം, ചിലപ്പം പെനാൽറ്റി ആയിരിക്കാം, ചിലപ്പം ബോത്തുമായിരിക്കാം. അപ്പോൾ ഇംപ്രിസൺമെൻ്റ് എന്ന് വെച്ചാൽ 6 മാസം വരെ ഇംപ്രിസൺമെൻറ്റും അല്ലെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ പെനാൽറ്റിയും അടിക്കാം. അത് കമ്പനിക്ക് മേടിക്കാം. ഏതെങ്കിലും ഓഫീസറാണ് ഇൻ ഡിഫോൾട്ട് കാണിക്കുന്നതെങ്കിൽ അവർക്കും അത് ബാധകമാണ്. നൗ വെരിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് റിട്ടേൺ. ഓക്കെ, എല്ലാ റിട്ടേണും ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ എ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആൻഡ് ദ കമ്പനി ഡയറക്ടർ ആൻഡ് ദ കമ്പനി സെക്രട്ടറി, അല്ലെങ്കിലല്ല രണ്ടുപേരും ഒപ്പിടണം. ഓക്കെ, ഇനി കമ്പനി സെക്രട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി പ്രാക്ടീസ് ആയിരിക്കണം അത് ഒപ്പിടുന്നത്. ഇനി 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ അവിടെ ഒരു കമ്പനി സെക്രട്ടറി ഇല്ല, 1 പേഴ്സൺ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഡയറക്ടർ തന്നെ ഒപ്പിട്ടാൽ മതി. നോ, ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ പെയ്ഡ് ക്യാപിറ്റൽ അല്ലെ ടേൺ ഓവർ ആസ് മേ പ്രിസ്ക്രൈബ് ഷാൽ ഗെറ്റ് ആൻ ആനുവൽ റിട്ടേൺ സർട്ടിഫൈഡ് by a company secretary in practice in a prescribed form, okay, stating that the annual return discloses facts all correctly അല്ലെങ്കിൽ inadequately ആണ് കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നതെന്നും പറഞ്ഞ് ഒരു കമ്പനി സെക്രട്ടറിയുടെ ഇൻ പ്രാക്ടീസിൻ്റെ ഒരു ഇതുകൂടെ വേണം. ഒരു പെയ്ഡ് ക്യാപിറ്റലോ ടേൺ ഓവറോ ഉള്ള ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ. നോ, പാർട്ട് ഓഫ് ആനുവൽ റിട്ടേൺ പ്രിസ്ക്രൈബ് ബൈ ലോ ഷാൽ ബി ഇൻ ദ ഫോം ഓഫ് എ റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ. Copies of annual return filed under section 92 shall be kept at the registered office-ൽ അത് സൂക്ഷിക്കാം. രജിസ്റ്റേർഡ് ഓഫീസിൽ അത് സൂക്ഷിക്കുമ്പം ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹോൾഡറിന് എപ്പോൾ ചെന്നാലും ഫീ കൊടുക്കാതെ തന്നെ അത് ഇൻസ്പെക്ട് ചെയ്യാനും ഈ ഫീ കൊടുക്കാതെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇൻക്വയറി ചെയ്യാനും സാധിക്കും. ഇനി അല്ലാത്ത ഒരു വ്യക്തികളാണെങ്കിൽ മെമ്പറല്ല, ഡിബഞ്ചർ ഹോൾഡറല്ല, സെക്യൂരിറ്റി ഹോൾഡറല്ല, ബെനിഫിഷ്യൽ ഓണറല്ല എന്നുള്ള വേറൊരു വ്യക്തികളാണെങ്കിൽ തന്നെ അവർക്ക് അവിടെ ചെന്ന് ഫീ കൊടുത്താൽ ഇൻസ്പെക്ട് ചെയ്യാവുന്നതും ഫീ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാവുന്നതുമാണ്. ഇതുകൊണ്ട് ഈ ചാപ്റ്ററും കൂടെ നമ്മുടെ കഴിഞ്ഞ് ഇനി കമ്പനി മാനേജ്മെൻറ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ, the directors, their composition, what is independent director, then what are the duties, their appointment of directors, then so many things comes under that. ഡയറക്ടറിൻ്റെ പവർ എങ്ങനെയാണ്, ഈ ആക്ട്സ് ആസ് ആൻ ഏജൻ്റാണ്, ഫിഡ്യൂഷ്യറി പവർ ഏത് രീതിയിലാണ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ എങ്ങനെയാണ്, ഓക്കെ, ഡീനിനെ കുറിച്ചും റിമൂവൽ ഓഫ് ഡയറക്ടർ ഏത് രീതിയിലാണ്, ദ മീറ്റിംഗ്സ് ഓഫ് ഡയറക്ടേഴ്സ്, ഇറ്റ് ഇസ് ദ പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ അടങ്ങുന്നതാണ് ഇനിയും വരുന്ന ഇതിൽ. അതിൽ കീ മാനേജറിയെ പോർഷൻ ലൈക്ക് CFO, CEO അങ്ങനെയുള്ള കാര്യങ്ങളും വരും. ഓഡിറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ മാനേജിങ് ഡയറക്ടർ, ദെൻ RTP റെസ്ട്രിക്ഷൻസ്, ഈ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതും കൂടെ തീർന്ന് ആ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഇല്ല. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.